ഇത് കടലക്കറിയാണോ അതോ കടലാക്രമണമാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇനി ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കി. സത്യം പറ, ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചു എന്ന് അവർ ചോദിക്കും. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഒരു ഗ്ലാസ് കടലയും ഇട്ട് കൊടുത്ത് ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി ചെറു കഷ്ണങ്ങളാക്കിയത്, രണ്ടായി മുറിച്ച് 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കടല മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് മൂടി വെച്ചൊരു 3 വിസിലിന് വേവിക്കാൻ വെക്കാം. കടല വേവുന്ന സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 4 ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇനി ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റി ഒരു മുറി ചിരവിയ തേങ്ങയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയതായി ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും, കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി മൂപ്പിച്ച് പൊടികളെല്ലാം മൂത്തതാ ഈ ഒരു പരുവമായാൽ തീ ഓഫ് ചെയ്ത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി അരച്ചു വെച്ച തേങ്ങാ മിക്സും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് തീ ഓഫ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ച് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നല്ല കുറാന്നിരിക്കുന്ന കടലക്കറി റെഡി. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.